പരിശുദ്ധാത്മാവിന്റെ സാദൃശ്യ നാമങ്ങളായ കാറ്റ്, അഗ്നി, തൈലം, നദി, പ്രാവ്, വീഞ്ഞ്, ഇങ്ങനെ 6 കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി നാം ചിന്തിക്കും. പരിശുദ്ധാത്മാവിന്റെ സാദൃശ്യ നാമങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് മുദ്ര എന്ന വിഷയമാണ്. എഫെസ്യർ ലേഖനം 1-ാം അധ്യായം 14-ാമത് തിരുവചനം. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എഫെസ്യർ ലേഖനം 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. 3 പ്രധാന ചിന്തകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ 1-ാമത്തെ ചിന്തയാണ് മുദ്ര എന്ന വാക്കിന്റെ വിവിധ അർത്ഥങ്ങൾ. 1-ാമത്തെ അർത്ഥം, ഉറപ്പിനെ കാണിക്കാൻ മുദ്ര പതിപ്പിക്കാം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിൽക്കൽ വെച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന് രാജാവ് തന്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. പഴയ കാലത്ത് ഈ മുദ്ര എന്ന് പറയുന്നത് രാജാവിന്റെ മോതിരത്തിൽ തന്നെ മുദ്ര അങ്ങ് പതിപ്പിച്ചു വെക്കും. അപ്പൊ ഒരു കത്ത് എഴുതിയിട്ട് രാജാവിന്റെ മോതിരം വെച്ച് അതിലൊന്ന് തൊടുമ്പോൾ അത് മുദ്രയായി. ദാനിയേലിനെ സിംഹക്കുഴിയിലിടുന്നു. രാജാവിനോടല്ലാതെ വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നവരെ വിശന്നു കിടക്കുന്ന സിംഹത്തിന്റെ നടുവിലേക്ക് വലിച്ചെറിയും. ആ നിർണയത്തിന് ഇനി മാറ്റമില്ല എന്നുള്ളതിന് വേണ്ടി മഹത്തുക്കളുടെ മുദ്രമോതിരം കൊണ്ടും രാജാവിന്റെ മുദ്രമോതിരം കൊണ്ടും ഒപ്പിട്ടു, മുദ്ര കുത്തി. ഇനി അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. 2-ാമത്തെ വേറൊരു സംഭവം, ദുർബലമാക്കാൻ കഴിയാത്ത മുദ്ര. എസ്തേറിന്റെ പുസ്തകം 3:10-12 വാക്യം. അപ്പോൾ രാജാവ് തന്റെ മോതിരം കയ്യിൽ നിന്ന് ആഗാഗ്യനായ ഹമ്മെദാഥയുടെ മകനായി യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന് കൊടുത്തു. ഇനി 12-ാം വാക്യം. അങ്ങനെ 1-ാം മാസം 13-ാം തീയതി രാജാവിന്റെ രായസക്കാരെ വിളിച്ചു. ഹാമാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ രാജപ്രതിനിധികൾക്കും ഓരോ സംസ്ഥാനത്തിലെ ദേശാധിപതികൾക്കും അതത് ജനത്തിന്റെ പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജനത്തിന് അവരുടെ ഭാഷയിലും എഴുതി. അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ അത് എഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. രാജമോതിരം കൊണ്ട് അത് മുദ്രയിട്ടു. അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ ഹാമാൻ ഒരു കത്തെഴുതി, യഹൂദജനത്തെ മുടിക്കാനുള്ള കത്ത്. എന്നിട്ട് രാജാവിന്റെ മുദ്രമോതിരം വാങ്ങിച്ച് അതിന് മുദ്ര കുത്തി ഒപ്പിട്ടു. ഇനി അതിന് മാറ്റമില്ല എന്നാണ് അർത്ഥം. അങ്ങനെ ഇസ്രായേൽ മക്കളെ മുഴുവൻ മുടിക്കാൻ വേണ്ടി ഹാമാൻ ഉപായലേഖനം എഴുതി രാജാവിന്റെ തന്നെ മുദ്രമോതിരം കൊണ്ട് അതിന് മുദ്ര കുത്തി ഉറപ്പാക്കി. ഒരു നിശ്ചിത ദിവസം ഇസ്രായേൽ മക്കളെ മുഴുവൻ കൊന്നുമുടിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും അതത് ഭാഷയിലും ലിപിയിലും കത്തെഴുതി അയച്ചു. എന്നാൽ എന്തു ചെയ്തെന്നറിയാമോ? വൈരി എഴുതിയ രേഖകൾ ദുർബലമായി. 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ കലങ്ങിപ്പോയ ശൂശൻ പട്ടണം ആർത്തു ഘോഷിക്കാൻ ഇടവന്നു. ഹാമാൻ കൊണ്ടുവന്ന ലേഖനം വായിച്ചപ്പോൾ എസ്തേറിന്റെ പുസ്തകം 3:15 വായിക്കുന്നത് ശൂശൻ പട്ടണമോ കലങ്ങിപ്പോയി എന്നാണ്. എന്നാൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു, ദൈവപ്രവൃത്തി ഉണ്ടായി. രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിച്ചെടുക്കുന്നു. ദൈവം ആ രേഖയെ ദുർബലമാക്കാൻ രാജാവിനോട് ഇടപെടുന്നു. ഹാമാന് കൊടുത്ത അതേ മുദ്രമോതിരം ഊരി മൊർദെഖായിക്ക് കൊടുക്കുന്നു. മൊർദെഖായി ആ മുദ്രമോതിരം കൊണ്ട് വേറൊരു കത്തെഴുതി അതിൽ ഒപ്പിട്ടു. വായിക്കാം. എസ്തേറിന്റെ പുസ്തകം 8:2-8 വാക്യം. രാജാവ് ഹാമാന്റെ പക്കൽ നിന്ന് എടുത്ത തന്റെ മോതിരം മൊർദെഖായിക്ക് കൊടുത്തു. എസ്തേർ മൊർദെഖായിയെ ഹാമാന്റെ വീട്ടിന് മേൽവിചാരകനാക്കി വെച്ചു. 8-ാം വാക്യം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിന്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രയിടുവീൻ. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലമാക്കാൻ ആർക്കും പാടില്ലല്ലോ. ഏത് ശക്തിമത്തായ രേഖയാണെങ്കിലും നിനക്കെതിരെ രേഖ എഴുതിയാലും
നീ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ സ്വർഗത്തിലെ ദൈവം ആ രേഖകളെ ദുർബലമാക്കും. മാറ്റമില്ലാത്തതായിരിക്കാം രേഖ, പക്ഷേ ദൈവജനത്തിന്റെ കരച്ചിലിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ആ രേഖയെ ദൈവം ദുർബലമാക്കി. നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം ആ ശരീരം എടുത്ത് അരിമത്യക്കാരൻ യോസഫിന്റെ കല്ലറയിൽ അടക്കിയിട്ട് ആ കല്ലറയ്ക്ക് പൂട്ടിട്ട് മുദ്ര വെച്ചു. 3 കാര്യങ്ങളാണ് ആ കല്ലറയ്ക്ക് ചെയ്തത്. 1, ഒരു വലിയ കല്ലുരുട്ടി വെച്ചു. 2, പട്ടാളത്തെ കാവൽ നിർത്തി. 3, ചെങ്ങലയിട്ട് പൂട്ടി അതിന്മേൽ മുദ്ര വെച്ചു. റോമൻ ഗവൺമെന്റിന്റെ മാറ്റമില്ലാത്ത ഉരുക്ക് നിയമത്തിന്റെ മുദ്രയാണ് അതിൽ പതിച്ചത്. എന്തിന്? അതിനുമുമ്പ് യേശു പറഞ്ഞു, ഞാൻ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവരതാണ് പിലാത്തോസിനോട് പറയുന്നത്. അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു. അവന്റെ ശിഷ്യന്മാർ ശവം മോഷ്ടിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റാണെന്ന് പറഞ്ഞു വരുത്താനിടയുണ്ട്. അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കണം. പിലാത്തോസ് പറഞ്ഞു, ഞാൻ കാവൽക്കൂട്ടങ്ങളെ തരാം, നിങ്ങൾ ചെന്ന് നിങ്ങളാൽ ആകുന്നിടത്തോളം കല്ലറ ഉറപ്പാക്കുവീൻ. അവർ ചെന്നു, കല്ല് വെച്ചു, പട്ടാളത്തെ നിർത്തി മുദ്ര വെച്ചു, ഉറപ്പാക്കിയതാണ്. ഇനി ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് ഉറപ്പാക്കിയ മുദ്ര. എന്നാൽ യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തിന് മുമ്പാകെ ചിലന്തി വലകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഏത് മുദ്രയും യേശുവിന്റെ നാമത്തിൽ തകരാനിടയായി തീരും. വൈരി എഴുതിയ രേഖകളെ ദൈവം ദുർബലമാക്കും. യേശുവിനെതിരെ ചെയ്ത സകല പദ്ധതികളെയും ആ മുദ്രയും എല്ലാം പൊട്ടിപ്പൊളിച്ചുകൊണ്ട് യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ കർത്താവിന് തകർക്കാൻ കഴിയാത്ത, പൊളിക്കാൻ കഴിയാത്ത, ദുർബലമാക്കാൻ കഴിയാത്ത ഒരു മുദ്രയും രേഖയും ലോകത്തിലില്ല. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ഒരു ദർശനം കാണുന്നു. 7 മുദ്രയിട്ട ഒരു പുസ്തകം, ഭൂമിയുടെ വീണ്ടെടുപ്പിന്റെ പുസ്തകമാണ്. ആ പുസ്തകം വാങ്ങിച്ച് മുദ്ര പൊട്ടിക്കുന്നവന് മാത്രമേ ഭൂമിയെയും അതിലെ നിവാസികളെയും വീണ്ടെടുക്കാൻ പ്രാപ്തിയുള്ളൂ. അതിന് യോഗ്യനായി ആരെയും കാണാതെ വരുമ്പോൾ യോഹന്നാൻ വാവിട്ട് കരയുകയാണ്. സ്വർഗത്തിലോ ഭൂമിയിലോ അധോ ലോകത്തിലോ യോഗ്യരായി ആരെയും കാണാതെ യോഹന്നാൻ കരയുമ്പോൾ ഒരു മൂപ്പൻ വന്നിട്ട് യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ നീ കരയണ്ട. വെളിപ്പാട് പുസ്തകം 5:1, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുതിയുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. ആ പുസ്തകം തുറപ്പാൻ യോഗ്യനായി ആരെയും കാണാതെ വരുമ്പോഴാണ് യോഹന്നാൻ കരയുന്നത്. എന്നാൽ ഒരു മൂപ്പൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ആ പുസ്തകം വാങ്ങാൻ, അതിലെ മുദ്രകളെ പൊട്ടിക്കാൻ യോഗ്യനായ ഒരുവനുണ്ട്. ദാവീദിന്റെ വേരും യഹൂദ ഗോത്രത്തിന്റെ സിംഹവുമായവൻ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നാം വായിക്കുന്നു, കുഞ്ഞാട് മുദ്രകളിൽ 1 പൊട്ടിച്ചപ്പോൾ, കുഞ്ഞാട് മുദ്രകളിൽ 2ാമത്തത് പൊട്ടിച്ചു, കുഞ്ഞാട് 3ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, കുഞ്ഞാട് 4ാം മുദ്ര പൊട്ടിച്ചപ്പോൾ യേശുവിന്റെ മുമ്പാകെ തകരാത്ത ഒരു മുദ്രയുമില്ല. എന്റെ യേശുവിന്റെ സന്നിധിയിൽ തകരാത്ത ഒരു മുദ്രയുമില്ല. ഏത് മുദ്രയും തകർക്കാൻ, ഏത് അധികാരത്തെയും ദുർബലമാക്കാൻ യേശുവിന് കഴിയും. 2ാമത്തെ അർത്ഥം, അധികാരത്തെ കാണിക്കാൻ മുദ്ര എന്ന പദം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫറവോൻ യോസഫിനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കുന്നു. വായിക്കാം ഉൽപ്പത്തി പുസ്തകം 41:42. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിന്റെ കൈക്ക് ഇട്ടു. എന്നിട്ട് ഇങ്ങനെയാ പറയുന്നത്, ഇന്ന് ഞാൻ നിന്നെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കിയിരിക്കുന്നു. രാജാവിന്റെ കയ്യിൽ കിടന്ന മുദ്രമോതിരം ഈ പാതയിലുണ്ട്, യോസഫിന്റെ കയ്യിൽ. അവനെ അധികാരിയാക്കി എന്നുള്ളതിന്റെ തെളിവാണ്. ദൈവം ഒരു വ്യക്തിയെ അധികാരിയാക്കി മാറ്റുന്നു. വായിക്കാം ഹഗ്ഗായി പ്രവചനം 2:23. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്റെ ദാസനായ ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും. ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും. സെരുബ്ബാബേലിന്റെ കാലത്ത് ആലയത്തിന്റെ പണി നടക്കുകയാണ്. സൻബല്ലത്ത്, തോബിയാവൊക്കെ എതിരായി, നാട്ടുകാരെതിരായി, കൂട്ടഹദ്ദി അയച്ചു, മാസ്പറ്റീഷൻ അയച്ചു, സ്റ്റേ ഓർഡർ വന്നു. ആലയം പണിയാൻ ആഗ്രഹമുണ്ടെങ്കിലും നിയമപരമായ തടസ്സമുള്ളത് കൊണ്ട്, രാജകൽപ്പന എതിരായത് കൊണ്ട് പണിയാൻ കഴിയാതെ അവന്റെ മനസ്സ് നീറുകയാണ്.
നിനക്ക് പണിയാനുള്ള ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ആമേൻ. സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട കണ്ട് ഞാൻ സന്തോഷിക്കുകയാണ്. മനസ്സ് മടുത്തു പോകാവുന്ന ആ സാഹചര്യത്തിൽ ദൈവം 2 പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ദൈവം ആ സന്ദർഭത്തിൽ എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് ബൈബിളിലെ ഹഗ്ഗായിയും സഖരിയാവും. ഹഗ്ഗായി പ്രവചനത്തിലെ വാക്യമാണ് നാം വായിച്ചത്. ദൈവം പറയാണ്, എന്റെ ദാസനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും. സഖരിയ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു, എന്റെ ദാസനായ സെരുബ്ബാബേലിന്റെ കൈ തന്നെ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അതിനെ തീർക്കും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രേ ജയമുള്ളത്. ഉത്തമഗീതത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യം, എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിലും ഒരു മുദ്രമോതിരമായി നിന്റെ ഭുജത്തിലും വെച്ചുകൊള്ളണമേ. 3-ാമത്തെ അർത്ഥം, മുദ്ര സംരക്ഷണത്തെ കാണിക്കുന്നു. കായീൻ ഒരു വലിയ തെറ്റ് ചെയ്തു, സ്വസഹോദരനെ അവനെ കൊന്നു. എങ്കിലും കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവന് കുറ്റബോധം ഉണ്ടായിട്ട് അവൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ആരെങ്കിലും എന്നെ കണ്ടാൽ കൊല്ലാതിരിക്കേണ്ടതിന് നീ എനിക്കൊരു അടയാളം തരണം. കായീന് ഹാബേലും മാത്രമേ ഉള്ളൂ, അതിന് ഹാബേല് ചത്തു. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലാതിരിക്കേണ്ടതിന് എന്ന് പറയുമ്പോ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, ഒന്നിനും എന്നെ ഇല്ലാതിരിക്കില്ല. ആദ്യത്തെ 2 മക്കളാണ് കായീനും ഹാബേലും. ആദത്തിന് 130 വയസ്സുള്ളപ്പോൾ ശേത്ത് ജനിക്കുന്നു. പിന്നെയും അവൻ 800 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പൊ ആരെങ്കിലും എന്നെ കണ്ടാൽ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? ആദത്തിന് വേറെ നിരവധി മക്കളുണ്ട്. അവരാരെങ്കിലും എന്നെ, ആ സ്വസഹോദരനെ കൊന്നതിന്റെ പേരിൽ പകവിട്ടാതിരിക്കേണ്ടതിന്, എന്നെ കൊല്ലാതിരിക്കേണ്ടതിന് നീ എനിക്ക് ഒരു അടയാളം തരണം. തിരുവെഴുത്തിൽ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 4:15. യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കായീനെ കൊന്നാൽ അവൻ 7 ഇരട്ടി പകരം കിട്ടുമെന്ന് അരുളി ചെയ്തു. കായീനെ കാണുന്നവരാരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു, ഒരു മുദ്ര കൊടുത്തു. എന്താണ് കൊടുത്ത മുദ്രയും നമുക്കറിയത്തില്ല. പക്ഷേ കായീനെ ആരും കൊന്നില്ല. അവൻ തെറ്റ് ചെയ്തവനാണ്, അവൻ മരണത്തിന് വിധിക്കപ്പെട്ടവനാണ്, അർഹനാണ്. പക്ഷെ അനുദപിക്കുന്ന ഏതു പാപിയോടും കരുണ തോന്നുന്ന ഒരു ദൈവം അവന് ഒരു അടയാളം വെച്ചു. 86-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ. മുദ്ര എന്ന വാക്കിന്റെ 4-ാമത്തെ അർത്ഥം, അത് വേർതിരിവിനെ കാണിക്കുക. ഒത്തിരി ആളുകൾ നിൽക്കുന്നു, അതിൽ മുദ്രയിട്ടവരെ മാത്രം അങ്ങോട്ട് മാറ്റി നിർത്താൻ പറഞ്ഞാൽ ഒരു വേർതിരിവല്ലേ? പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം ആദ്യം വായിച്ചാട്ടെ. 2 തിമോഥെയോസ് 2:19. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നും ആകുന്നു അതിന്റെ മുദ്ര. വേർപാടാണ്. അനീതി വിട്ടകന്നു കൊള്ളണം. അവർ കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവരായിരിക്കണം. അവരുടെ മേലാണ് ദൈവം എന്ത് ചെയ്യുന്നത്? മുദ്ര കുത്തുന്നത്. യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് വായിക്കുന്നു. ഇനി പുരോഹിതന്മാരെ മുദ്രയിട്ട് വേർതിരിച്ചതായി പുറപ്പാട് പുസ്തകത്തിൽ വായിക്കാൻ കഴിയും. പുറപ്പാട് പുസ്തകം 39:30 വാക്യം, അവർ തങ്കം കൊണ്ട് വിശുദ്ധ മുടിയുടെ നെറ്റിപ്പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന പുരോഹിതന്റെ വസ്ത്രത്തിൽ ഒരു മുദ്ര. എന്താണ് മുദ്ര? യഹോവയ്ക്ക് വിശുദ്ധം. മുദ്ര എന്ന പദം വേർപാടിനെ കാണിക്കുകയാണ്. യെഹെസ്കേൽ പ്രവചനം 9:4 വാക്യം, അവനോട് യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ യെരൂശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവേർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന്. ഒരു മുദ്ര ഇടുക. ദൈവം യെഹെസ്കേലിന് നൽകുന്ന ഒരു ദർശനം. നീ നഗരത്തിന്റെ നടുവിൽ യെരൂശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. നീ മഹോദരകാലത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ, മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കുനിന്ന് കയറുന്നത് കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറയപ്പെട്ടു. മഹോപദ്രവകാലത്ത് യഹൂദ ജനത്തിന്
അവൻ ഭയങ്കര പീഡ ഉണ്ടാകും. എന്നാൽ അക്കാലത്ത് ദൈവം ചിലരെ മുദ്രയിട്ട് വേർതിരിക്കും. 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 വീതം 144,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുക. ദൈവജനത്തിന് 2 മുദ്രയുണ്ട്. ഒന്ന്, യേശുവിന്റെ രക്തം കൊണ്ട് നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ജനത്തെ അവരിനി ദൈവത്തിന്റെ സ്വന്തമാണ് എന്നുള്ളത് കൊണ്ട് ആ രക്തം കൊണ്ട് തന്നെയാണ് മുദ്രയിട്ടിരിക്കുന്നത്. പുറപ്പാട് 12-ാം അധ്യായത്തില് രാജാവിന്റെ മുതൽ ജയിലിൽ കിടക്കുന്നവന്റെ വരെ ആദ്യജാതന്മാർ സംഹരിക്കപ്പെട്ടപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഒരു വീട്ടിലും മരണദൂതൻ കയറിയില്ല. കാരണം എന്താ? അവരുടെ വീടിന് മീതെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്രയുണ്ടായിരുന്നു. യേശുവിന്റെ രക്തത്തിന്റെ മുദ്ര മരണത്തെ വഴിമാറ്റും, സാത്താനെ ജയിക്കാൻ നമ്മെ സഹായിക്കും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു. യേശുവിന്റെ രക്തം നമുക്ക് ജയം നേടിത്തരുന്നതാണ്. മുദ്ര എന്ന വാക്കിന്റെ അർത്ഥം വീണ്ടെടുപ്പിൻ നാളിനായുള്ള മുദ്ര. ലേഖനം 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ ദൈവമേ പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രയിട്ടത് ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, നിത്യതയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിൻ നാളിന് വേണ്ടി ദൈവം ഇന്നേ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രയിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ മുദ്ര കിട്ടുന്നത്? പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. 1, മാനസാന്തരപ്പെടണം. 2, ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും. 3 കാര്യങ്ങൾ. 1, മാനസാന്തരപ്പെടുവീൻ. 2, സ്നാനപ്പെടുവീൻ. അങ്ങനെയായാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. ഇത് കാശ് കൊടുത്ത് വാങ്ങുന്നതല്ല, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, അവന്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിക്കുമ്പോൾ, ദൈവം നമുക്ക് ചോദിക്കുന്നവർക്ക് ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നത്. ആത്മാവിനെ നമുക്ക് തരിക മാത്രമല്ല, ആ ആത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിടുകയും ചെയ്യും. മിസ്രൈമിൽ സംഹാരദൂതൻ കടന്നുപോയപ്പോൾ കുഞ്ഞാടിന്റെ രക്തം കട്ടിളമേലും കുറുമ്പടിമേലും പുരട്ടിയ ഒരു വീട്ടിലും മരണദൂതൻ പ്രവേശിച്ചില്ല. തിരുവെഴുത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 1 കൊരിന്ത്യർ 5:7, നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ഹൃദയത്തിൽ തളിക്കപ്പെട്ട ഒരു വ്യക്തിയെയും മരണദൂതൻ തൊടുകയില്ല. പിശാചിന്റെ മേൽ, മരണത്തിന്റെ മേൽ, സംഹാര ശക്തികളുടെ മേൽ നമുക്ക് യേശുവിന്റെ രക്തത്താൽ ജയമുണ്ട്. രക്തം ജയം. ലോകത്തിൽ പിശാചിന് പേടിയുള്ളത് ഒന്നേ ഉള്ളൂ, യേശുവിന്റെ രക്തമാണ്. യേശുവിന്റെ രക്തത്താൽ ജയം. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി, തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായി ജയിച്ചു. രക്തം ജയം, രക്തം ജയം, യേശുവിൻ രക്തം ജയം. കാരുണ്യദേവരു രക്തം ജയം, കൽവാരി യേശുവിൻ കാരുണ്യദേവരു രക്തം ജയം. പാപങ്ങൾ പോക്കിടും രക്തം ജയം, പരിശുദ്ധമാക്കിടും രക്തം ജയം. പാപങ്ങൾ പോക്കിടും രക്തം ജയം, പരിശുദ്ധമാക്കിടും. ശാപങ്ങൾ നീക്കിടും രക്തം ജയം, ശാപങ്ങൾ നീക്കിടും രക്തം ജയം. സമാധാനം നൽകിടും രക്തം ജയം, സമാധാനം നൽകിടും രക്തം ജയം. രക്തം ജയം, രക്തം ജയം, യേശുവിൻ രക്തം ജയം.
കാരുണ്യദേവനുടെ രക്തം കൽവാരി യേശുവിൻ രക്തം ജയം കാരുണ്യം ഏതിനിയ ദൂരത്തിടും രക്തം ജയം എന്നാളും സുഖത്തരും രക്തം ജയം ഏതിനിയ ദൂരത്തിടും രക്തം ജയം എന്നാളും സുഖത്തരും രക്തം ജയം അധികാരം തന്നിടും രക്തം ജയം അധികാരം തന്നിടും രക്തം ജയം അതിശയം ചെയ്തിടും. യേശുവിന്റെ രക്തം നമ്മെ ദൈവമക്കളാക്കി മാറ്റുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിന്റെ മന്ദിരങ്ങളാക്കി മാറ്റുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ദൈവത്തിന്റെ മന്ദിരങ്ങളാക്കി മാറ്റുന്നു. എന്തിനാണെന്നറിയാമോ? വീണ്ടെടുപ്പിൻ നാളിലേക്ക് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് നമ്മെ വിശുദ്ധന്മാരാക്കി മാറ്റി. പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ മുദ്രയിട്ട് നമ്മെ നിത്യതയ്ക്കായി വേർതിരിച്ചു. എഫേസ്യർ 1:14 വായിച്ചട്ടെ. സ്വന്തജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. അവിടെ വായിക്കുന്നു, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അച്ചാരം എന്ന് പറയുന്നത് ഒരു കച്ചവട വാക്കാണ്. ഒരു വസ്തുവാകട്ടെ, ഒരു വില കൂടിയ വാഹനമാകട്ടെ, അല്ലേ, അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും വാങ്ങാൻ നാം തീരുമാനിച്ചു കഴിയുമ്പോൾ, വ്യവസ്ഥകളെല്ലാം പരസ്പരം സമ്മതിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു ചെറിയ തുക കൊടുക്കും, അഡ്വാൻസ് കൊടുക്കുകയാണ്. ആ അഡ്വാൻസ് കൊടുക്കുന്നതിലൂടെ ഈ ഡീല് ഉറപ്പിച്ചു എന്ന് വരുത്തുകയാണ്. നിങ്ങളുടെ പാപം പോക്കി നിങ്ങളെ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. ആ രാജ്യം ഭാവിയിൽ വെളിപ്പെടും, ദൈവരാജ്യം. ആ നിത്യതയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയിക്കൊള്ളാം എന്നുള്ളതിന്റെ ഉറപ്പിനു വേണ്ടി അവൻ നമ്മെ മുദ്രയിടുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. പദം നോക്കിക്കേ, വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 5-5 വാക്യം. അതിനായി ഞങ്ങളെ ഒരുക്കിയത്, വീണ്ടെടുപ്പിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ നിത്യതയിൽ കൊണ്ടുപോയിക്കൊള്ളാം എന്നുള്ളതിന് ഗ്യാരണ്ടിയായി, പ്രോമിസറി നോട്ടായി, അഡ്വാൻസായി ദൈവം തന്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതിന്റെ ഗൗരവം മനസ്സിലായോ? എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടത് ഈ ലോകത്തിന് വേണ്ടി മാത്രമല്ല, നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണത്തിന്റെ, ശരീരത്തിന്റെ വീണ്ടെടുപ്പിന്റെ കാര്യം കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു വരികയാണ്. ഈ കൂടാരത്തിൽ ഞങ്ങൾ നഗ്നരല്ല, ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിലും സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മർത്യമായത് നീങ്ങിപ്പോകേണ്ടതിന് അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കിയാൽ സ്വർഗത്തിൽ പോകുന്നുള്ള ഉറപ്പുണ്ടോ? ആ പ്രത്യാശ ഞങ്ങൾക്ക് കിട്ടിയത്, അതിലൊരു ഉറപ്പ് കിട്ടിയത് എങ്ങനെയാ? അതിനായി ഞങ്ങളെ ഒരുക്കിയത്. അതിനായി എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പിനായി ഞങ്ങളെ ഒരുക്കിയത് പരിശുദ്ധാത്മാവിനെ അഡ്വാൻസായി തന്നിരിക്കുന്ന ദൈവം. ഞാൻ അതിന്റെ 2 അർത്ഥം കൂടെ പറയാൻ പോവുക. ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്നു. ഇത് യഹൂദ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരർത്ഥം അതിനുണ്ട്. ഒരു യഹൂദ വിവാഹ പശ്ചാത്തലം അതിനുണ്ട്. ഒരു പിതാവ് തന്റെ മകന് വേണ്ടി ഒരു വധുവിനെ എടുക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. ഒരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ വരന്റെ പിതാവ് വധുവിന്റെ ഭവനത്തിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. 2 പിതാക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നു. ചില വേളകളിൽ ഇടയ്ക്ക് ഒരു മൂന്നാമൻ കൂടി ഉണ്ടാവും. അങ്ങനെ പിതാക്കന്മാർ തമ്മിൽ സംസാരിച്ച് വിവാഹം നടത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ വരന്റെ പിതാവ് വധുവിന്റെ പിതാവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കും.
ഒരു സമ്മാനം കൊടുക്കും. ആ സമ്മാനം പിതാവ് ആ പെൺകുട്ടിക്ക് കൊടുക്കും. ദ്രഹ്മ. അത് 10 ദ്രഹ്മയാണ് കൊടുക്കുന്നത്. ആ ദ്രഹ്മ വള്ളിയിൽ കൊരുത്ത് ഈ പെൺകുട്ടി എപ്പോഴും അവളുടെ അരയ്ക്ക് കെട്ടിക്കൊണ്ട് നടക്കും. ഈ ദ്രഹ്മ അവളുടെ അല്ല, അവളെ വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷന്റെ പിതാവ് കൊടുത്തതാണ്. ഈ കല്യാണം നടക്കുമെന്നുള്ളതിന്റെ പ്രോമിസറി നോട്ടാണ്. നമ്മുടെ ആത്മീയമായ വിവാഹം നടക്കാൻ പോകുകയാണ്. കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു 11:2, ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ വരന്റെ വീട്ടിലേക്ക് നമ്മെ കൊണ്ടുപോയിക്കൊള്ളാം എന്നുള്ളതിലേക്ക് ഗ്യാരണ്ടിയായി അവൻ തന്ന അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ആത്മമണവാളന്റെ വീട്ടിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. അവിടെ നമുക്ക് പാർക്കാൻ വേണ്ടി ഒരു കൊട്ടാരമോ പണിതുകൊണ്ടിരിക്കുക. സഹോദരന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞേനെ. ഉണ്ട്, അതുകൊണ്ടാണ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിക്കുന്ന വ്യാജനല്ല ക്രിസ്തു. അവന്റെ വായിൽ വഞ്ചന ഒട്ടുമില്ല. അവന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഊവ എന്നാണ്. അവിടെ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുകയാണ്. സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ വന്ന് നമ്മളെ ചേർത്ത് കൊണ്ടുപോകും. അതിനായി, ആ വീണ്ടെടുപ്പിനായി, ആ ചേർത്ത് കൊണ്ടുപോക്കലിന് ഉറപ്പിലേക്കായി, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ ആചാര്യമായി തന്ന ദൈവം തന്നെ. ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മളത് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 38:17-18 വാക്യം. യഹൂദ എന്ന പുരുഷൻ ഒരിക്കൽ താമാർ എന്ന ഒരു സ്ത്രീയുടെ അടുക്കൽ ചെല്ലുകയാണ്. അവളുടെ അടുക്കൽ ചെല്ലാൻ തുടങ്ങുമ്പോൾ ആ മനുഷ്യൻ, യഹൂദ എന്ന മനുഷ്യൻ, താമാർ എന്ന സ്ത്രീയുടെ അടുക്കൽ ചെല്ലാൻ തുടങ്ങുന്നു. എന്നിട്ടൊരു കൂലി പറയുന്നു, ഞാൻ നിനക്ക് എന്റെ വീട്ടിൽ നിന്ന് ഒരു കോലാറ്റുകൊറ്റനെ കൊടുത്തു വിട്ടേക്കാം. കൂലിയായിട്ട് ഞാൻ നിനക്ക് ഒരു കോലാറ്റുകൊറ്റനെ കൊടുത്തുവിടാം. അവള് തിരിച്ചു പറഞ്ഞു, കോലാറ്റുകൊറ്റനെ കൊടുത്തുവിടാന്ന് പറഞ്ഞു. പക്ഷെ കൊടുത്തു വിട്ടില്ലെങ്കിലോ? അതുകൊണ്ട് എനിക്കൊരു പണയം തരണം. എന്ന് വായിച്ചാട്ടെ. ഞാൻ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു കോലാറ്റിൻ കുട്ടിയെ നിനക്ക് കൊടുത്തയക്കാം എന്ന് യഹൂദ താമാറിനോട് പറഞ്ഞു. നീ കൊടുത്തയക്കുവോളം എനിക്കൊരു പണയം തരാമോ എന്ന് അവൾ ചോദിച്ചു. അടുത്ത വാക്യം, എന്ത് പണയം തരണം എന്ന് അവൻ ചോദിച്ചതിന് നിന്റെ മുദ്രമോതിരം. അതാണ് നമ്മുടെ ചിന്ത. നമ്മുടെ ചിന്ത മുദ്രയാണ്. നിന്റെ മുദ്രമോതിരവും മോതിരച്ചരടും നിന്റെ കയ്യിലെ വടിയും എന്ന് അവൾ പറഞ്ഞു. ഈവ അവൾക്ക് കൊടുത്തു. കോലാറ്റുകൊറ്റനെ കൊടുത്തു വിടാം എന്നുള്ളതിലേക്ക് ഒരു അച്ചാരമായി കൊടുത്തത് മുദ്രമോതിരം. നമ്മളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർത്ത് കൊണ്ടുപോയിക്കൊള്ളാം എന്നുള്ളതിന്റെ ഗ്യാരണ്ടിയായിട്ട്, അഡ്വാൻസ് ആയിട്ട്, ഒരു അച്ചാരം പോലെ അവൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. നിത്യതയ്ക്കായി, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്നു ദൈവം തന്നെ. എഫെസ്യ ലേഖനം 1:14 വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു എന്നായിരുന്നു. 4:30 വരുമ്പോൾ ഒരു പ്രബോധനം കൂടിയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഞാനും നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരാണോ? നമ്മെ ഓർത്ത് നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ്, നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് തേകുന്നുണ്ടോ? നമ്മുടെ പ്രവർത്തികൾ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കണം. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കും.